ചില യു.ഡി.എഫ് എം.എൽ.എമാരുടെ പ്രവർത്തനം കണ്ടാൽ ഈ അല്പന് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കൊണ്ടോട്ടി എം.എൽ.എയുടെ ഒരു റീൽ പുറത്തു വന്നിട്ടുണ്ട്. ടി.പി. അഷറഫ് അലി എന്തോ ചെയ്യാത്തവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞതുപോലെ ലീഗ് പണവും പ്രതാപവും ഒക്കെ നോക്കി ചിലരെ പിടിച്ച് എം.എൽ.എ ആക്കും. എം.എൽ.എ ചെയ്ത പ്രവർത്തനം നോക്കിയേ. നേരെ ആർ.ടി.ഒ ഓഫീസിൽ പോയി സന്ദർശനം നടത്തുകയാണ്. സന്ദർശനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടെ പോകുന്നതും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതൊന്നും തെറ്റല്ല. പക്ഷേ ഈ എക്സിക്യൂട്ടീവിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ ജനപ്രതിനിധികൾക്ക് അധികാരമില്ല. അതാണ് ചട്ടം, അതാണ് നിയമം. പക്ഷേ നമ്മുടെ ലീഗിന്റെ ജനപ്രതിനിധി മൊയന്ത് ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയേ. നേരെ അവിടെ ചെല്ലുന്നു, സല്യൂട്ട് വാങ്ങിക്കുന്നു. സല്യൂട്ട് ചെയ്യണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോടുള്ള ആദരവ് കൊടുക്കുന്നതാണ്. പക്ഷെ അതൊക്കെ റീൽസിന് വേണ്ടി എടുപ്പിച്ച് നേരെ ആർ.ടി.ഒയുടെ ചെയറിൽ കയറി ഇരുന്നിരിക്കുകയാണ്. നോക്കിയേ. 64 கேஸ் தேவராஜ் மேலயும் சூர்யா மேலயும். இங்க உங்களுக்குன்னு ஒரு தனி கோர், தனி போலீஸ், ஒரு தனி ஆட்சியை நடத்துறீங்க. உங்களுக்கு என்ன வேணும்? நாங்க என்ன செய்யணும்? நிறுத்தணும், எல்லாத்தையும் நிறுத்தணும். முடியாது. എന്നിട്ട് സിനിമാ ഡയലോഗും കുത്തിക്കേറ്റി റീൽസ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കും. ജനപ്രതിനിധികൾ എന്നാൽ സിനിമാ സ്റ്റൈൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടവരല്ലോ. ഇതൊക്കെ നാട്ടുകാർക്കും കുറച്ച് ഫാൻസുകാർക്കും മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി നേരെ ആർ.ടി.ഒ ഓഫീസിൽ പോയിരുന്ന് എന്താണാവോ താളം വിട്ടിട്ടുണ്ടാവുക? പ്രത്യേകിച്ചൊന്നും ചോദിക്കാനുണ്ടാകില്ലോ. പിന്നെ ഞാനാണ് എം.എൽ.എ എന്ന് കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കാൻ ഒരു ക്യാമറക്കാരനെയും കൊണ്ടുപോയി ഇമാതിരി ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കുരങ്ങന്റെ കയ്യിലാണ് പൂമാല കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതാണിപ്പോ കേരളത്തിന്റെ അവസ്ഥ. അധികാരം കിട്ടിയിരിക്കുന്നവർ, ജയിച്ചിരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു തരത്തിലും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്തിയവരല്ല. ഷോ കാണിക്കുക, അതിലൂടെ ജനങ്ങളുടെ മുന്നിൽ സ്റ്റാർ ആകാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറം എന്താണ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ ഇമാതിരി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്, അതിൽ ചട്ടലംഘനമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ സിനിമാ ഡയലോഗും തിരികെ കയറ്റി താൻ എന്തോ ഹീറോയിസ്റ്റിക് പരിപാടി ചെയ്തതുപോലെയാണ് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിവാദമായിട്ടുണ്ട്. ഇതിനൊക്കെ നടപടി എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ചില പൊങ്ങച്ചക്കാരെയും അല്ലെങ്കിൽ ഷോ മനസ്സുകാരെയോ ജനപ്രതിനിധി ആക്കാതിരിക്കുന്നതാണ് അന്തസ്. കാര്യം സുരേഷ് ഗോപിയെ പോലുള്ളവരെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളപ്പോഴാണ് അടുത്ത ലീഗ് മൊയന്തുമാർ സർക്കാർ ഓഫീസുകളിൽ കയറി അവരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിച്ച് അതെടുത്ത് റീൽസ് ആക്കിയിട്ട് സിനിമാ ഡയലോഗും തിരികെ കയറ്റി ഹീറോ കളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തൊരു ദുരന്തങ്ങളാണെന്ന് നോക്കണേ. ഇതൊക്കെയാണ് ജനങ്ങളെ നയിക്കാൻ വന്നിരിക്കുന്ന പുതിയ ടീംസ്. എന്തൊരവസ്ഥ.